ഹായ് ഓൾ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡയറി റൈറ്റിംഗ്. 5 അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എക്സാമിനുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഡയറിക്ക് ഒരു ഫോർമാറ്റ് കൃത്യമായിട്ടുണ്ടാകണം. ഇതൊരു ബോക്സ് വരച്ച് വേണം നിങ്ങൾ ഡയറി എഴുതാനായിട്ട്. അപ്പോൾ അതിലാദ്യം വേണ്ടത് ഡേറ്റ്, ഡേ, ടൈം. ഇത് കൃത്യമായിട്ടുണ്ടാകണം. അത് ഡേറ്റും ഡേയും ടൈമും എഴുതുക. ഇത് വേണമെങ്കിൽ താഴെ എഴുതാം, നേരെ എഴുതാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. 2nd December 2016 സാറ്റർഡേ 10 PM. ഇനി അതിന് ശേഷം വേണ്ടത് ഒരു സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ്. സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഡയറി എഴുതാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു ദിവസത്തെ ഒരൊറ്റ സെൻറ്റൻസിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ്. What an unforgettable day in my life. Oh, what a bad day it was. Oh, what a beautiful day it was. What an മെമ്മറബിൾ ഡേ ഇറ്റ് വാസ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ഓപ്പണിങ് നമ്മുടെ ആ ഒരു ക്യാരക്ടറും ആ സ്റ്റോറിക്കും സ്യൂട്ടബിൾ ആയ രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എഴുതുന്ന ഡയറി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണിലായിരിക്കണം. ഐ എന്ന് പറഞ്ഞുള്ള എക്സ്പ്രഷനിലായിരിക്കണം സെൻറ്റൻസുകൾ എഴുതേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസ് അതിലുണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഓ ഹൗ കുഡ് ഐ എക്സ്പ്രസ് ഇറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ എൻഡിങ് ഉണ്ടാകണം. ഇപ്പോൾ പ്രോപ്പർ എൻഡിങ് എന്ന് പറയുന്നത് ഒരു ഡയറിയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് മേ ഗോഡ് ഫൈൻഡ് എ വേ, മേ ഗോഡ് ബ്ലെസ് മീ ലൈക്ക് ടുഡേ. ഓക്കെ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. ഡേറ്റും ഡേയും ടൈമും കഴിഞ്ഞതിന് മൈ ഡയറി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രഡക്ഷൻ, ഒരു സല്യൂട്ടേഷനും വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എല്ലാ എക്സാമിനും മസ്റ്റായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡയറി റൈറ്റിംഗ്. അപ്പോൾ ഈ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക, എന്നിട്ട് കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ വാസ് ക്വൈറ്റ് thrilled to get a small squirrel as his friend. He jots down his feeling in his diary. Prepare the likely diary. ഓക്കെ. അപ്പോൾ ദ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ബോയ് ആൻഡ് ദ സ്ക്വിറൽ, അതിനെ സംബന്ധിച്ചുള്ള ഡയറിയാണ്. ഇനി അടുത്തത്, ദ ബോയ് ഇൻ ദ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഫൈൻഡ്സ് 3 white baby squirrels among the wool in the hole in the banyan tree. He put down his feeling in his diary. ഓക്കെ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ നിന്നാണ്. ഇനി അടുത്തത്, ദ ബോയ് വാസ് എക്സൈറ്റഡ് ടു സീ ദ thrilling fight between the snake and the mongoose the night he wrote his feelings in his diary. Prepare the likely diary. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിലാണ്. അതുപോലെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ സ്നേക്ക് ആൻഡ് ദ മിററിലാണ്. സോ ദ ഹോമിയോപത്സ് എൻകൗണ്ടർ വിത്ത് ദ സ്നേക്ക്, അതിൻ്റെ ഡയറി. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ടൈഗറിൽ സത്യചിത്രായി എഴുതുന്ന ഒരു ഡയറി. ഓക്കെ. അതായത് ആഫ്റ്റർ ദ ഷൂട്ടിംഗ് വിത്ത് ദ ടൈഗർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഡയറി റൈറ്റിംഗ് 5 മാർക്ക്, ഈസിലി നിങ്ങൾ 5 മാർക്ക് സ്കോർ ചെയ്യണം. ഫോർമാറ്റ് മറക്കരുത്, ബോക്സ് വരച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. എല്ലാ എക്സാമിനും ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡയറി. അപ്പം മസ്റ്റായിട്ടും മാർക്ക് മേടിച്ചോളുക. ഓക്കെ. സി യു.